ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഏതൊരു പുരുഷനാണ് എന്നുണ്ടെങ്കിലും അവരവരുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത് എല്ലാതൊന്നും എല്ലാവരും തുറന്നു പറയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ചിലരെന്ന് പറയുമ്പോൾ അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ലേഡീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ മിക്ക കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്, എന്നാൽ കുറച്ച് പറയാറില്ല, അങ്ങനെയാണ്. പക്ഷെ പുരുഷന്മാരും മിക്കവരും അധികം തുറന്നു പറയാത്ത ആളുകളാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും പാർട്ട്ണർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ പൊതുവെ പുരുഷന്മാര് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാൽ അവരിതുവരെ അവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അതായത് അവരിതുവരെ അവരുടെ പാർട്ട്ണറോട് തുറന്നു പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ അവർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റി തന്നെയാണ്. അതായത് എപ്പോഴും അവർക്ക് മാനസികപരമായി സേഫ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഗേൾസിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് ഇങ്ങനെ എപ്പോഴും സേഫ് ആണെന്നൊരു തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അവരുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ സേഫ് ആണ്, സെക്യൂർ ആണ് എന്നൊരു തോന്നൽ അത്യാവശ്യമാണ്. റിലേഷൻഷിപ്പിൽ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് സ്ത്രീക്കായാലും പുരുഷനാണെന്നുണ്ടെങ്കിലും ഇമോഷണൽ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാവരും അത് ആഗ്രഹിക്കും. ഇപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, പുരുഷന്മാരെ ഭയങ്കര ധൈര്യശാലികളാണ് എന്നുള്ളത്. അവർ കരയാറില്ല, അവർക്ക് എന്തിനെ കണ്ടു കഴിഞ്ഞാലും പേടിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ മിക്കവർക്കും പല കാര്യങ്ങളും പേടിയുള്ളതാണ്. ചിലർക്ക് പാമ്പിന് പേടിയാണ്, ചിലർക്ക് ഇപ്പോഴും ചെറിയ ചെറിയ പാറ്റകളെയാണെങ്കിലും തവളയാണെങ്കിലും അങ്ങനെയൊക്കെ പേടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ എന്താണ് പുരുഷന്മാർ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പേടി എന്നുള്ളൊരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അവർക്കുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ പോയി കിട്ടുമോ എന്നുള്ളതാണ്. പൊതുവെ അങ്ങനെ പേടിയൊന്നും ഉണ്ടാവില്ല പുരുഷന്മാർക്ക് എന്നാണല്ലോ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യം പറയാ? തന്റെ ദുർബലത തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല. അതാണ് മിക്ക പുരുഷന്മാരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് തനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് തന്റെ പാർട്ട്ണർ അംഗീകരിക്കണം. തനിക്ക് ഇപ്പൊ പേടിയുള്ള വസ്തുക്കളാണെങ്കിൽ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയണം, കളിയാക്കരുത്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇമോഷണൽ സേഫ്റ്റി അവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാലും നമ്മൾ കൂടെ ഇരിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ സേഫ് ആണ് എന്നൊരു തോന്നൽ എപ്പോഴും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഇതെല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആരാധനയാണ്. ആരാധന എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഇപ്പൊ അവര് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണം, അത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പറയുന്നുണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ അവരുടെ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആരാധിക്കുക. അതായത് നമ്മൾ അതിനെ വലിയൊരു കാര്യമായിട്ട് കാണാം, ആ രീതിയിൽ അവരോട് പറയാം. അതായത് നിനക്ക് ഇത്രയും കഴിവുണ്ടെന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നില്ല, ഇത്രയും നീ ഈ ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് നിനക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ അവരോട് പറയാം. അതായത് നമ്മൾക്ക് അവരുടെ ആ ഒരു കഴിവിൽ അത്രയധികം ഇഷ്ടപ്പെട്ടു, നമ്മൾ അതിൽ അട്രാക്റ്റഡ് ആയി, നമുക്കൊരു ആരാധന തോന്നി എന്നൊക്കെയുള്ള ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. കാരണം അവരത് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളുടെ ഒരു ആരാധന അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പീസ് ആൻഡ് കാം ആണ്. അതായത് എപ്പോഴും ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രാമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് എപ്പോഴും നല്ല രീതിയിൽ എനർജറ്റിക് ആയി വളരെ ഹാപ്പി ആയി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പീസ്ഫുൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ സമാധാനം കളയുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടില്ല. ബിക്കോസ് അവർ ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷമാണ്. സമാധാനം എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുക, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ചെവി തിന്നുന്ന സ്വഭാവം ഉണ്ടല്ലോ. അതായത് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങള് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ സമാധാനം കിട്ടില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് സമാധാനവുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫാണ്. അവരുടെ എനർജി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീചാർജ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ അടുത്ത്. അതായത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയി വളരെ സന്തോഷത്തോടെ വളരെ വൈബായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആവണം അവർക്ക് വേണ്ടത് എന്നുള്ളത് അവർ പറയാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഫെക്ഷൻ ആണ്. അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതൊന്നും വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. എത്ര അടുപ്പമുള്ള ആളുകളാണ്, മീൻസ് റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവർക്കിടയിൽ ജസ്റ്റ് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതെങ്കിലും ഉണ്ടായിരിക്കും, എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ അഫെക്ഷൻ ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരത് പറയുന്നുണ്ടാവില്ല. അതായത് നീ എൻ്റെ അടുത്തിരിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഹഗ് ചെയ്യോ
ഇങ്ങനെയൊന്നും ചിലപ്പോൾ അവർ പറയില്ല. ചിലപ്പോൾ അവരായിട്ട് തന്നെ മുൻകൈ എടുക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ചിലർ പറയുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ മുൻകൈ എടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആകുമോ, ഇനിയിപ്പോൾ കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നമായി മാറുമോ, നിങ്ങൾ അതൊരു വലിയ പ്രശ്നമാക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരതിന് മുൻകൈ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അതിന് മുൻകൈ എടുക്കണം എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫിസിക്കൽ അഫെക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഇപ്പോൾ ടച്ചും കാര്യങ്ങളൊക്കെ അതൊന്നും മോശമല്ല, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരുപാട് വലിയ രീതിയിലേക്കൊന്നും പോവാതിരിക്കുക. ചെറിയ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ടച്ചും ഹഗ്ഗും എല്ലാം ഓക്കെ ഉള്ള കാര്യമാണ്. ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീഡം, അതേപോലെ തന്നെ ലവ് എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് മിക്കവരും നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫ്രീഡം, ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഫ്രീ ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചെറിയ രീതിയിൽ അങ്ങനെയാണെന്നും പറയാം. ചില ഗേൾസ് ഉണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണറെ എവിടെയും പോകാൻ സമ്മതിക്കില്ല. അതായത് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കണം, എന്നോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കരമായിട്ടുള്ളൊരു സ്വാർത്ഥതയോ പൊസസീവ്നെസ് ഒക്കെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുണ്ടല്ലോ, അവർക്ക് തീരെ ഫ്രീഡം ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, എവിടേക്കും പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ പൊതുവെ പുരുഷന്മാരെല്ലാവരും സ്വാതന്ത്ര്യം വേണമെന്ന് വിചാരിക്കുന്നവരാണ്. അതായത് എപ്പോഴും അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റണം. അതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അത് അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ആവരുത് എന്നുള്ളത് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അതായത് റിലേഷൻഷിപ്പിലായാലും ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് എപ്പോൾ വേണമെങ്കിലും പോകാനും എവിടെ വേണമെങ്കിലും പോകാനും ഒക്കെ പറ്റണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് പറയണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അവരുടെ ഫ്രീഡം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവും, ഈശ്വര എനിക്കൊന്ന് പുറത്തു പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീഡം എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ സ്നേഹത്തോടെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതെന്തായാലും ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും ചെയ്യും. സോ നല്ല രീതിയിൽ കെയറിങ്ങും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ അത് ഒരുപാട് അവർക്ക് സന്തോഷമാകുന്ന ഒരു കാര്യമാണ്. സോ നല്ല കെയറിങ്ങും അതേപോലെ തന്നെ ഫ്രീഡം, അതായത് അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതും അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പുരുഷന്മാര് വലിയ രീതിയിലൊന്നും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാൽ അവരുടെ ഉള്ളിൽ വെക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കേണ്ടാവും എന്നോട് തുറന്നു പറയട്ടെ എന്നിട്ട് ഞാൻ മനസ്സിലാക്കി പെരുമാറാം എന്നുള്ളത്. ഇത് അവർ മിക്കവരും തുറന്നു പറയില്ല. ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ള കാര്യം, എനിക്കൊന്ന് സ്വാതന്ത്ര്യം താ എന്നുള്ളതൊക്കെ അവർ പറയണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അത്രയധികം മടുത്തിട്ടേ അവർ പറയുള്ളൂ. അതുവരെ അത് തുറന്നവർ പറയില്ല. അപ്പൊ അവർക്ക് റിലേഷൻഷിപ്പ് മടുക്കാൻ വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യമേ തന്നെ നിങ്ങൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ലൈഫ് എന്ന രീതിയിൽ വിടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലേഷൻഷിപ്പ് മടുക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ എല്ലാം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിലുള്ള കുറച്ച് ചിന്താഗതികളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. സോ അറിഞ്ഞു പെരുമാറിയാൽ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് മടിക്കാതിരിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്